അമ്മുവിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കള്ളു ചേർക്കാതെ, ഈസ്റ്റ് ചേർക്കാതെ, ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെ ഒരു കള്ളപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കള്ളിന് പകരം നമ്മളിവിടെ എടുക്കുന്നത് പുളിപ്പിച്ച തേങ്ങാവെള്ളമാണ്. അതിനുവേണ്ടി 1, 2, 3 തേങ്ങയുടെ വെള്ളം നമുക്ക് എടുക്കാം. ഇവിടെ ഞാൻ ഒരു തേങ്ങയുടെ വെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു തേങ്ങയുടെ വെള്ളത്തിലേക്ക് ഏകദേശം 1.5-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് പുളിപ്പിക്കാനായിട്ട് 24 മുതൽ 48 മണിക്കൂർ വരെ ഒന്ന് മാറ്റി വെക്കണം. ഈ കുപ്പിയിലുള്ളത് 3-4 ദിവസമായിട്ട് പുളിപ്പിക്കാനായി വെച്ചിരുന്ന തേങ്ങാവെള്ളമാണ്. ഇത് ഏകദേശം 3 തേങ്ങയുടെ വെള്ളമുണ്ട്. അത് ഓരോ ദിവസവും തേങ്ങ പൊട്ടിക്കുന്നതിനനുസരിച്ച് വെള്ളം ഞാൻ എടുത്ത് പഞ്ചസാര ചേർത്ത് പുളിപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നതാണ്. ഇതേ വെള്ളത്തിലേക്ക് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഓൾറെഡി പുളിച്ച തേങ്ങാവെള്ളമാണ്. ഇത് രാവിലെയാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് തേങ്ങാവെള്ളം എടുത്ത് വെക്കുന്നത്. ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അരി അരയ്ക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഈ വെള്ളം ചേർത്ത് കൊടുത്ത് അരയ്ക്കാവുന്നതാണ്. തേങ്ങാവെള്ളം പുളിപ്പിച്ചതിൻ്റെ പുളി അനുസരിച്ച്, അതായത് 1-2 കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി വെള്ളവും ചേർത്ത് നമുക്ക് അരി അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അരി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 കപ്പ് ഇഡ്ലി റൈസാണ്. ഇഡ്ലി റൈസോ അല്ലെങ്കിൽ സാധാരണ പച്ചരിയോ അതൊന്നും അല്ലെങ്കിൽ ബസ്മതി റൈസോ നമുക്ക് അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ അരി ഒന്ന് നന്നായി കഴുകി എടുത്തതിന് ശേഷം ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് എടുത്ത് വെക്കുകയാണ്. ഇത് സാധാരണ വെള്ളത്തിലാണ് ഞാൻ കുതിർക്കാനായിട്ട് വെക്കുന്നത്. സാധാരണ പച്ചവെള്ളം ഒഴിച്ച് നമ്മൾ കുതിരാനായിട്ട് വെക്കുമ്പോൾ 5 മുതൽ 6 മണിക്കൂർ വരെ ഒന്ന് നന്നായിട്ട് കുതിർത്തെടുക്കണം. അതല്ല നിങ്ങൾ ചൂടുവെള്ളമാണ് ഒഴിച്ച് വെക്കുന്നതെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് അപ്പത്തിന് അരച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ അരി ഇവിടെ ഏകദേശം കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു 5 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊന്നോടെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 3 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 4-5 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2 ടീസ്പൂൺ ജീരകവും കൂടെ നമ്മൾ അരയ്ക്കാനായിട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ പുളിപ്പിക്കാനായി വെച്ചിരുന്ന തേങ്ങാവെള്ളം, പുളിപ്പിച്ച തേങ്ങാവെള്ളം 1-2 കപ്പ് ചേർത്ത് കൊടുക്കാം. ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് പാകത്തിന് അരച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ അരയ്ക്കുന്നതിന് എടുക്കുന്നത് 1 കപ്പ് അവലാണ്. 1 കപ്പ് അവല് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം. ഇതിന് പകരം നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും അല്ലെങ്കിൽ 2-3 സ്പൂൺ അരിമാവ് തന്നെ എടുത്തൊന്ന് കപ്പി കാച്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ലൂസിൽ നമ്മൾ അപ്പത്തിൻ്റെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊങ്ങാനായിട്ട് പുളിപ്പിക്കാനായി മാറ്റി വെക്കണം. ഏകദേശം 8 മണിക്കൂറെങ്കിലും ഇത് വെക്കണം. നമ്മൾ തേങ്ങാവെള്ളമാണ് ചേർത്ത് കൊടുത്തത്, ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് ആണ് കേട്ടോ വെച്ചത്. വൈകുന്നേരം അരച്ചു വെച്ചു, രാത്രിയിൽ അരച്ചു വെച്ചു, രാവിലെയാണ് ഇത് അപ്പം ചൂടാനായിട്ട് എടുക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റൊക്കെ ചേർക്കുന്ന പോലെ അങ്ങ് പൊങ്ങി വരത്തില്ല, എന്നാൽ നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അരച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. തേങ്ങാ വെള്ളത്തിനകത്ത് പഞ്ചസാര ചേർത്തിരുന്നത് കൊണ്ട് ഞാൻ എക്സ്ട്രാ പഞ്ചസാര ചേർത്തിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം പഞ്ചസാര കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു തവ ചൂടാക്കി അപ്പം ചുട്ടെടുക്കാം. കുട്ടി ദോശയൊക്കെ ഉണ്ടാക്കുന്ന പരുവത്തിലാണ് നമ്മൾ ഈ അപ്പം ചുടുന്നത്. അപ്പം ദോശയ്ക്ക് പരത്തുന്ന പോലെ പരത്തേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ജസ്റ്റ് നടുകൊന്ന് പൊങ്ങി നിന്നതൊന്ന് താത്തി കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ, നന്നായിട്ട് കോമളകളൊക്കെ വരുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ മറിച്ചിടാം. മൂടി വെച്ച് വേണമെങ്കിൽ വേവിച്ചെടുക്കാം. ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് മൂടി വെക്കാതിരുന്നത്. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. ഒരു സൈഡ് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് അടുത്ത സൈഡും കൂടെ വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ ചിലപ്പം മറിച്ചിടേണ്ടി വരത്തില്ല. നമ്മൾ നോർമലി കള്ളപ്പം ഒന്ന് മറിച്ചിട്ടിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി മാവ് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. കള്ളോ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെ അപ്പം ചുടുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.
ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.